തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. അവിടെ നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, തിരുവനന്തപുരത്ത് എവിടെയാണ് ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ലബീഷ്, തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ജില്ലാതല സ്കൂൾ പ്രവേശനം നടക്കുന്നത് മീനാങ്കൽ ട്രൈബൽ സ്കൂളിലാണ്. അത് തിരുവനന്തപുരം ജില്ലയിലെ ഈ തിരക്കേറിയ നഗരത്തിന് പുറത്തുള്ള ഒരു സ്കൂളിൽ നിന്നാണ്. മന്ത്രി GR അനിലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിലെ പ്രവേശനത്തിനായി നിരവധി കുട്ടികളാണ് ഇത്തവണ വരുന്നത്. സംസ്ഥാനത്തെ പല സ്കൂളുകളിലും 1ാം ക്ലാസ്സിലേക്ക് നിരവധി കുട്ടികൾ പ്രവേശിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടങ്ങിൽ സ്കൂളിലാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ്. ഇവിടെയും ഇന്ന് പ്രവേശനോത്സവം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 1ാം ക്ലാസ് ആരംഭിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് 9:30 തന്നെ പ്രവേശനോത്സവം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ വരും. നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ തന്നെ കാണാം അവരെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ ക്ലാസ്സിൽ എത്തേണ്ട കുട്ടികളുടെ പേരുകളെല്ലാം ആൽഫബറ്റിക് ഓർഡറിൽ പണ്ടത്തെ നമ്മുടെ ആ സ്കൂൾ കാലഘട്ടത്തിൽ കണ്ടിരുന്നത് പോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു അറ്റൻഡൻസ് ലിസ്റ്റ് പോലെയാണ്. ഇവിടെ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള പേരുകളൊക്കെ ഉണ്ട്. നാളെ ആരൊക്കെയോ ആയിത്തീരേണ്ട പലരും ഈ പട്ടികയിൽ ഉണ്ടെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ക്ലാസ്സിനുള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ ബെഞ്ചുകളും ഡെസ്കുകളും എല്ലാം തയ്യാറാണ്. കുട്ടികൾക്ക് ഒരു പഠനാന്തരീക്ഷം നല്ല രീതിയിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണയും പ്രവേശനോത്സവം തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ്സുകൾക്കുള്ളിലെല്ലാം ഒരു വലിയ സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ആ പഴയ കാലത്തെ ക്ലാസ് മുറികൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ്. ഇനി കുട്ടികൾ മാത്രം വന്നാൽ മതി. പ്രവേശനോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇനി പുതിയൊരു പഠനകാലത്തേക്ക് കുട്ടികൾക്ക് കാൽ ചുവട് എടുത്തു വയ്ക്കാം. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ 27 പേരാണ് അറ്റൻഡൻസ് ലിസ്റ്റിലുള്ളത്. അവർക്കെല്ലാവർക്കും സുഖമായി ഇരുന്ന് പഠിക്കാനും അതുപോലെ തന്നെ കളിച്ച് ചിരിച്ച് നടക്കാനുമൊക്കെ ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഒരുങ്ങുന്നത്. ഏതായാലും ഈ ക്ലാസ് മുറിയിൽ ഇപ്പോൾ ആ ഒരു സന്തോഷം ഇപ്പോൾ തന്നെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഏതായാലും 9:30 പ്രവേശനോത്സവ പരിപാടി ഈ സ്കൂളിലും നടക്കും. നഗരത്തിലെ എല്ലാ സ്കൂളിലും ഉണ്ടാകും. അല്ലെങ്കിൽ മാത്രമല്ല ഈ ജില്ലയിൽ തന്നെ പല സ്കൂളുകളിലും, സർക്കാർ സ്കൂളുകളിലെല്ലാം പ്രവേശനോത്സവം ഉണ്ടാകും. അതിനുശേഷം കുട്ടികൾ എല്ലാവരും കൃത്യമായി ക്ലാസ്സുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇത്തവണ പാഠപുസ്തകങ്ങൾക്ക് മാറ്റമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് പാഠപുസ്തകത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ പുസ്തകങ്ങൾക്കാണ് വലിയ മാറ്റമുള്ളത്. ലിംഗനീതി ഉയർത്തി കാണിക്കുന്ന പാഠഭാഗങ്ങൾ ഇത്തവണ എല്ലാ പുസ്തകങ്ങളിലും ഉള്ളത് ഒരു പ്രത്യേകതയാണ്. മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലാതെ ഈ ഒരു വലിയ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാകുന്നത് ഇത്തവണത്തെ സിലബസിൽ പോലും. ഏതായാലും വലിയ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും 1ാം ക്ലാസ്സിലേക്ക് ശേഷം അക്ഷരമാലയും തിരികെ എത്തിയിട്ടുണ്ട്. ഏതായാലും SSLC മൂല്യനിർണ്ണയത്തെ മാറ്റങ്ങളടക്കം വലിയ മാറ്റങ്ങളാണ് ഇത്തവണത്തെ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാകുന്നത്. ഏതായാലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനത്ത് വലിയൊരു മാറ്റം, ഒരു മുന്നേറ്റം ഉണ്ടാകും. കൂടുതൽ കുട്ടികൾ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഒരു വിദ്യാഭ്യാസ രീതിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ചുവടുവയ്പ്പായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത്. ഒരു മാറ്റത്തോടെ തന്നെ കൂടുതൽ കുട്ടികളെ വലിയ വിദ്യാഭ്യാസ രീതിയിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു രീതി കൂടി ഇത്തവണ ഉണ്ടാകും. ഏതായാലും ഈ ക്ലാസ് മുറികളിൽ നിന്ന് അത് കാണുന്നതാണ്. നാളത്തെ ഒരു കാലത്ത് ആരൊക്കെയോ ആയി തീരേണ്ടവരുടെ ഒരു പട്ടിക തന്നെ എല്ലാ ക്ലാസ്സുകളുടെയും മുന്നിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവരിൽ ആരൊക്കെയോ നാളെ വലിയവരായി മാറേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പഠനാന്തരീക്ഷം തന്നെയായിരിക്കും ഉണ്ടാകുമെന്നത് പ്രതീക്ഷിക്കുന്നത്. ലബീഷ്. വിഷ്ണു, നേരത്തെ അശ്വതി സൂചിപ്പിക്കുകയായിരുന്നു, ആ സ്കൂൾ മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ പഴയ കാലങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു തിരിച്ചുപോക്ക്, ഓർമ്മകളിലെ ആ സ്കൂൾ കാലഘട്ടം ഓടി വരുന്ന ഒരു അന്തരീക്ഷം വിഷ്ണുവിന്റെ മനസ്സിലെന്താണ്? ലബീഷ്, ഈ സ്കൂളിലെ പുറം കാണുമ്പോൾ സാധാരണഗതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ക്ലാസ് മുറിയിലേക്ക് കയറുമ്പോഴാണ് ആ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ക്ലാസ് മുറിയിലെ പഴയ കാലത്തെ ബെഞ്ചും ഡെസ്കും നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്ത് ഓരോ കുട്ടിയും ആസ്വദിച്ച് പഠിച്ചിരുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട്. അതുപോലെ ടീച്ചറിനൊരു മേശയുണ്ട്, ഇരിക്കാനായി കസേര. പല സമയത്തും ടീച്ചറില്ലാത്ത സമയത്തൊക്കെ കുട്ടികൾ ഓടി ഇവിടേക്ക് ഇരിക്കാറുള്ള ഒരു പതിവുണ്ട്. അതുപോലെ ബോർഡുണ്ട്. നമ്മുടെ കാലത്തൊക്കെ ബ്ലാക്ക് ബോർഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. മാർക്കർ യൂസ് ചെയ്യാൻ പറ്റുന്ന
രീതിയിലുള്ള ബോർഡുകളൊക്കെ വന്നു കഴിഞ്ഞു. ഏതായാലും അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ആ ഒരു പഴയകാലം ഓർമ്മിക്കുന്നുണ്ട്. ആ ഒരു വലിയ ബോർഡുകളുണ്ട്, ബെഞ്ചും ഡെസ്കും എല്ലാം ഉണ്ട്. അതുപോലെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഒരു അലമാര കാണാം. അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ വളരെ വലിയ രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ ബലൂണുകളൊക്കെ കൊണ്ട് സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ ആ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷമൊക്കെ തന്നെയാണ്. ഏതായാലും ആ പഴയ കാലത്തെ ചെറിയ ഒരു കാലത്തെ, പക്ഷെ അന്ന് മഴയുണ്ടായിരുന്നത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മഴയുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. മഴ ഉണ്ടെങ്കിൽ തന്നെ അത് ആ മഴയത്ത് സ്കൂളിലേക്ക് എത്തുന്നത് ഒരു വലിയ സുഖമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് മഴ വന്നാലും അതൊരു പ്രശ്നമാകുന്നില്ല. പക്ഷെ ഇന്ന് തെളിഞ്ഞ മാനമാണ് തലസ്ഥാനത്തൊക്കെയും. ഇവിടെ മഴയില്ല, പക്ഷെ പല ജില്ലകളിലും ഉണ്ട്. ഏതായാലും സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ആ ഒരു സുഖമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കുട്ടിക്കാലത്തെ വലിയ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഴയകാലത്തെ പ്രധാനപ്പെട്ട ടീച്ചർമാരെയെല്ലാം ഓർക്കുന്ന ഒരു ദിവസം കൂടിയായി മാറുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത്. ലവിഷ്. ശരി വിഷ്ണു, നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. കുട്ടികൾക്ക് അവരുടെ ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കാനും അവർക്ക് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ നമ്മുടെ ക്ലാസ് മുറികളും കാലത്തിനനുസരിച്ച് മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് വിഷ്ണു വിവരങ്ങൾ നൽകിയത്.